മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തുന്നുണ്ട്. ആരാണ് പ്രമുഖ നടൻ? ആ പ്രമുഖ നടൻ ആരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാതിരിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഇത് വളരെ നല്ലൊരു ഇതാണ് അല്ലേ. അതിനുവേണ്ടി എൻ്റെ എല്ലാ ഇതും ഞാൻ നൽകും ആ പ്രമുഖ നടൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഇതിൽ. പിന്നെ എൻ്റെ മാത്രം ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രമുഖ നടനെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ ഒരു ഇതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രമുഖ നടനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഇങ്ങനെയാണ് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ട് പോയത്. ആരാന്നില്ല, എന്താന്നില്ല, എന്തുകൊണ്ടാന്നില്ല, എന്തിനു വേണ്ടിയിട്ടാന്നില്ല, ഒന്നുമില്ല. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം നടക്കുന്നൊരു മേജർ സീൻ എന്താ? ലഹരി വിഷയങ്ങളാണ്. സോ ഇതേപോലെ പബ്ലിക്കിലൊരു സിനിമ പ്രമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം മീഡിയനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഇത്രയും വെൽ നോൺ ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, പല അസോസിയേഷൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി അറ്റവും വാലും തുമ്പും ഇല്ലാതെ സ്വന്തം പേഴ്സണൽ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്ലാരിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് ഈ പ്രമുഖ നടൻ എന്നുള്ളത് ചോദിച്ച് സോഷ്യൽ മീഡിയ ഇറങ്ങിത്തിരിക്കും. ഈവൻ ന്യൂസ് ചാനൽസ് 24/7 ന്യൂസ് ചാനൽസ് വരെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പലരിലേക്കും പേരുകൾ പോവും. ഇവിടെ ആറാട്ടണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നടിമാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വലിയ സീനായി, പ്രശ്നമായി, കേസും വിഷയമൊക്കെ ആയി അല്ലേ. ഇതിപ്പോൾ എന്താ? മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ. ഇവിടെ പ്രമുഖന്മാരല്ലാത്ത നടന്മാരുടെ എണ്ണം കുറവാണ്. എല്ലാവരും പ്രമുഖന്മാരായിട്ടുള്ള നടന്മാരാണ്. മമ്മൂട്ടി, ലാലേട്ടൻ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ നസ്രീൻ വരെ വന്ന് നിൽക്കുന്ന കുറേ പ്രമുഖരായിട്ടുള്ള നടന്മാരുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരുടെ പേരും വാരി എറിയുകയാണ്. ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ അവിടെ വയ്ക്കാം. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. ശരി, ഇതിപ്പോ ഒരുമാതിരി മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു വലിയ ഇതാണെന്ന് പറഞ്ഞ പോലെ സെയിം. ആ ഒന്നില്ലെങ്കിൽ നടൻ ആരാന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. കുറെ കൊല്ലമായാലും ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ സംശയത്തിൻ്റെ നിഴലിൽ എല്ലാവരെയും ഇട്ടുകൊടുത്ത് പോകുന്ന പരിപാടി ചെയ്യാതിരിക്കണം. വളരെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ പേഴ്സണലി പറയണം. അല്ല നിങ്ങളുടെ ഫിലിമോ നിങ്ങളുടെ ഈ പറഞ്ഞ എന്താ പറയുക ഫിലിം ഫെറ്റേണിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു മേജർ തിരികൊളുത്തുന്ന ഒരു മാലപ്പടക്കം ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള അസോസിയേഷനുകളിലോ ചേംബറിലോ ഒക്കെ അറിയിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ മാന്യത. അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് എല്ലാവരെയും എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി കാണിക്കുന്നത് വളരെ മോശമാണ് എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയാനുള്ളൂ. കാരണം ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത് പറഞ്ഞു പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ വന്ന പേര് പൃഥ്വിരാജ് സുകുമാരൻ്റെയാണ്. നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്ക്. പൃഥ്വിരാജ് സുകുമാരനെ തലങ്ങും വലങ്ങും ആളുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൃഥ്വിരാജ് സുകുമാരൻ വർഗീയ കലാപത്തിൻ്റെ വിത്ത് ഭാഗി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പൃഥ്വിരാജിൻ്റെ നെഞ്ഞത്ത് കയറുന്നുണ്ട്. പിന്നെ ഇതേ കമൻറ്റ് ബോക്സിനകത്ത് പല പ്രമുഖരുടെയും ഈവൻ ലാലേട്ടൻ്റെ പേര് വരെ വരുന്നുണ്ട്. കാരണം തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ 100 crore സെലിബ്രേഷൻ ഇന്നലെ അവർ കേക്ക് മുറിച്ചു. കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു? എമ്പുരാൻ്റെ കേക്കും മുറിച്ചു. അത് അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർ കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 24/7 ചാനലുകാർ വരെ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നു. അതിനെ ചൊല്ലിയാണ് പലയിടത്തും സംശയങ്ങളൊക്കെ. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു പ്രസ്താവന വലിയ അഭ്യൂഹങ്ങൾക്ക് കാരണമാവുകയാണ്. മലയാള സിനിമയിലെ പ്രമുഖ നടൻ
വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ആ തെറ്റ് ഇനി ആവർത്തിക്കരുത്, അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. കൊച്ചിയിൽ സിനിമാ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ലിസ്റ്റിൻ നടന്റെ പേര് പറയാതെ വിമർശനം ഉന്നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ, എല്ലാ ന്യൂസ് ചാനലുകളും, കാരണം വലിയ തെറ്റെന്ന് പറയുമ്പോൾ നാട്ടുകാർ ഇപ്പം മിസ്ലീഡ് ആവുകയാണ്. ഇതുവരെ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നൊക്കെയുള്ള പേരുകളിൽ നിന്ന് മാറി വലിയ തെറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ലഹരിയിലേക്ക് ഇത് കൂട്ടി കെട്ടിയിട്ട് എന്താ അയ്യോ മലയാളത്തിലൊരു പ്രമുഖ നടൻ അപ്പോൾ ലഹരി, ഈ സീനിലേക്ക് പോകുന്നുണ്ട് ഈ വിഷയങ്ങൾ. ഇതിൻ്റെ ഗ്രാവിറ്റി ലിസ്റ്റിൻ സ്റ്റീഫന് മനസ്സിലാവായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനടിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പം ഏത് സിനിമേനെ റെപ്രസെൻ്റ് ചെയ്താണോ വന്ന് നിന്നേ ആ സിനിമയിൽ അഭിനയിച്ച ദിലീപ് എന്ന് പറഞ്ഞ നടനെ വരെ എടുത്തു വെച്ച് കമൻറ്റ് ബോക്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ദിലീപിന് കേൾക്കുന്നു, ലാലേട്ടന് ചീത്തവിളി കേൾക്കുന്നു, ടൊവിനോയ്ക്ക് കേൾക്കുന്നു. ടൊവിനോയ്ക്ക് വിറ്റാണ്. ടൊവിനോൻ്റെ മരണമാസ സിനിമ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കലിപ്പ്. കാരണം പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൻഡ് പ്രൊഡ്യൂസർമാരാണല്ലോ, പിന്നെ അതുകൊണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിവിൻ പോളിയെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആസ്പെക്റ്റിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പറയാൻ ലിസ്റ്റിൻ സ്റ്റീഫനെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മീഡിയ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങും. ഓക്കെ, മീഡിയ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിലിംഗ് നിങ്ങൾ കേൾക്കണം. സൂചനകളുണ്ട് പി ജി. അതായത് ഇപ്പോൾ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ വലിയ നാണക്കേടിലാണ്. പക്ഷേ അതല്ല, സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ലിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ലിസ്റ്റിന്റെ ഒരു ചിത്രത്തിന്റെ ഒരു പ്രൊമോഷനിടയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെ പറയുന്നത്. അതൊരു മലയാള സിനിമയിലെ മുൻനിര നടനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. പതിറ്റാണ്ടായിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ അല്പം ക്ഷീണിച്ചു നിൽക്കുകയാണിപ്പോൾ. അയാൾ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ലിസ്റ്റിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം, അതിൽ ഈ നടൻ എന്തായാലും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഷെഡ്യൂൾ തുടരുന്നിടയിൽ മറ്റൊരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ഈ നടൻ ജോയിൻ ചെയ്തു. അത് സാധാരണ ഈ സിനിമയിലൊന്നും നമ്മൾ കണ്ടുവരുന്നതല്ല. ഒരു പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്തതിലേക്ക് പോകുള്ളൂ. പക്ഷേ പിന്നീട് പറഞ്ഞുറപ്പിച്ച് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്, മറ്റൊരു സിനിമയുടെ ഏതെങ്കിലും സീൻ ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഡബ്ബിങ്ങിനൊക്കെ വേണ്ടി 1-2 ദിവസം അവധിയെടുത്ത് പോകുന്നല്ലാതെ ഇങ്ങനെ ഒരു കബളിപ്പിച്ചുകൊണ്ട് പോകുന്ന രീതി അത് മലയാള സിനിമയിൽ കണ്ടുവരുന്നതല്ല. അതുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെ താക്കീതെന്ന വണ്ണം ഇത്തരത്തിൽ ഒരു വാക്ക് പറയാനുള്ള കാരണം. ഈ നടൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സ്വന്തമായി ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെട്ടു. പക്ഷേ അതൊക്കെ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളായി. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളെ തുടർന്ന് ഈ തിയേറ്റർ ഉടമയ്ക്കൊക്കെ വലിയ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിന്റെ പടം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ അവധി ചോദിച്ചു എന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അതിലിപ്പോഴും ഒരു സ്ഥിരീകരണം നടനിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ പേരിപ്പോൾ നമ്മൾ പറയാത്തതും. ആ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്താണ് മറ്റൊരു സിനിമയുടെ ഒരു ഷെഡ്യൂളിലേക്ക് നടൻ ജോയിൻ ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസറിൽ നിന്ന് നേരത്തെ തന്നെ 1 കോടി രൂപ അഡ്വാൻസ് അടക്കം ഈ നടൻ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തു പോകണം, ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം. സാമ്പത്തികമായിട്ട് നിലവിൽ അയാൾ നേരിടുന്ന പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസിപ്ലിനറി അല്ലാതെ, അതായത് ഒരു തരത്തിൽ മലയാള സിനിമയിൽ സാധാരണ നടന്മാർ ചെയ്യാത്തൊരു കാര്യം, അച്ചടക്കമില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ഈ നടൻ പോയതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ലിസ്റ്റിൻ അതുകൊണ്ട് തന്നെയാണ് ഒരു താക്കീത് വണ്ണം അത്തരം ഒരു ഉറച്ച ഭാഷയിൽ എല്ലാവരും കേൾക്കെ, മാധ്യമങ്ങൾ മുന്നിൽ നിൽക്കെ ഇത്തരം ഒരു വാക്കുകൾ പറയാൻ മതി. അഖില, ഇത്രയും കേട്ടാൽ മതി. കാരണം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ അഖില പറഞ്ഞതുപോലെ മയക്കുമരുന്നോ മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല. ഇത് പണമിടപാടാണ്. ഒരാളോട് വാക്ക് പറയുക, ആ വാക്ക് ലംഘിച്ച് മറ്റൊരു പടത്തിന് പോവുക. അത് ആരാണെന്നുള്ളത് പറയാത്തത് ആ നടന്റെ ഒരു പ്രതികരണം കൂടി കേട്ടതിന് ശേഷം മാത്രം പേര് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സാമാന്യ മര്യാദ കാണിച്ച് ഏഷ്യാനെറ്റ് എന്താണെങ്കിലും പേര് കൊടുത്തിട്ടില്ല. പക്ഷെ കമൻറ്റ് ബോക്സിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് കൊടുത്ത ന്യൂസിൽ നിന്നും നമുക്ക് സംശയിക്കാവുന്ന, ഉറപ്പിച്ച് ഞാനും പറയുന്നില്ല, സംശയിക്കാവുന്ന ഒരു പേര് നിവിൻ പോളിയാണ്. ഓക്കെ, നിവിൻ പോളി. വൈ നിവിൻ പോളി എന്ന് ചോദിച്ചാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തന്നെ സിനിമയായ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് ഇപ്പം നിവിൻ പോളി കമ്മിറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രമുഖ നടന്മാരൊരിക്കലും വേറൊരു സിനിമയിൽ അഭിനയിക്കാറിപ്പം ഇപ്പോൾ ചെറിയ ഒരു പാർട്ട് മാത്രം, ഒരു സിനിമയുടെ ഷെഡ്യൂളിൽ വളരെ കുറച്ച് ദിവസം മാത്രം അഭിനയിക്കേണ്ട എന്താ പറയുക സബ്കാസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് മെയിൻ ലീഡ് അല്ലാതെ അതിൻ്റെ താഴെ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ 1-2 സെറ്റിലൊക്കെ, ഇപ്പോൾ കൊമേഡിയൻസ് ആണ് കൂടുതലായിട്ട്, ഒരു അറ്റ് എ ടൈം 2-3 സിനിമയ്ക്ക് ഷെഡ്യൂൾ കൊടുക്കും. ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് പോകും. പക്ഷേ ഒരു ലീഡ് ആക്ടർ, ഒരു ആക്ട്രസ്, എസ്പെഷ്യലി ആക്ടേഴ്സ്,
അവരൊരു സിനിമ കമ്മിറ്റ് ചെയ്താൽ ആ സിനിമ തീർന്നതിന് ശേഷം മാത്രമായിരിക്കും അവർ വേറൊരു സിനിമയിലേക്ക് പോകുന്നത്. ബിക്കോസ് അതിൻ്റെ ലുക്സ് ആ സിനിമയ്ക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അതിന് കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള സമയത്ത് ഇത് മലയാള സിനിമയിൽ ഇപ്പോൾ അധികം ഇല്ലാത്തൊരു പരിപാടിയാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ തന്നെ അറ്റ് എ ടൈം വേറൊരു സിനിമ കൂടി ചെയ്യുന്ന പരിപാടി. പ്രമുഖ നടനാണ്, ബിഗ് നടനാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നിവിൻ പോളിയാണ് ഇപ്പോൾ ഒരു സിനിമ, ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ ലിസ്റ്റിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ നിവിൻ പോളി ഓക്കെ അഖിൽ സത്യൻ്റെ ഒരു പടത്തിലും ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ട്സ് ആട്ടോ, 30 ഏപ്രിൽ മെയ് ഒക്കെ ഫസ്റ്റിനൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ട്സാണ്. അഖിൽ സത്യൻ്റെ സിനിമ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നു. നിവിൻ പോളിയാണ് അതിൽ സ്റ്റാർ. ഓക്കെ, സത്യനന്ദിക്കാടിൻ്റെ മകനാണ് അഖിൽ സത്യൻ ഇഫ് ഐ എം നോട്ട് റോങ് ആ സിനിമയുടെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. സോ അറ്റ് എ ടൈം നിവിൻ പോളി എന്ന് പറയുന്ന സ്റ്റാർ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പടത്തിലും അഖിൽ സത്യൻ്റെ പടത്തിലും അഭിനയിക്കുമ്പോൾ അപ്പോൾ ഒരു പ്രമുഖ നടൻ ഓക്കെ ഇതിൽ കുറേ മണി ഫാക്ടേഴ്സൊക്കെ ഇൻവോൾവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്താണെങ്കിലും അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു തരം കുരുപൊട്ടും. ആ കുരുപൊട്ടലാണോ ഇവിടെ ലിസ്റ്റിൻ സ്റ്റീഫന് പൊട്ടിയേ എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. നമ്മളും അന്വേഷിക്കുന്ന വഴിക്ക് അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ ഇതിൽ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൽ കറക്റ്റ് കാര്യം കൊടുക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ്. ഓക്കെ, അല്ലാതെ വേറെ ആരും വന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച നടൻ ഇയാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ നടൻ വന്ന് ക്ലെയിം ചെയ്യണം. ഓക്കെ, എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു കാര്യം പറഞ്ഞേ എന്നുള്ള കാര്യം അയാൾ ക്ലെയിം ചെയ്താലും ഈ പരിപാടി നടക്കും. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിച്ച സമയത്ത് ആ നടൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരോട് ചോദിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ നടൻ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത ഡീറ്റെയിലിംഗ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ നടൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു റിപ്ലൈ വരാത്തത് കൊണ്ട് അവർ പേര് കൊടുത്തില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരേ സമയം അറ്റ് എ ടൈം സിനിമയുടെ സെറ്റിൽ പല സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നിവിൻ പോളി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തോ തുറമുഖം സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക ചെറിയ എന്തോ ഡീലുണ്ടായിരുന്നു. ആ ഡീലിനെ തുടർന്നിട്ട് നിവിൻ്റെ നെക്സ്റ്റ് 4 സിനിമകളുടെ ഓക്കെ ഡേറ്റ്സ് ഈ പറഞ്ഞ ലിസ്റ്റിനാണ് എന്നുള്ളതും അതിൽ തന്നെ 2 സിനിമ ബോസ് ആൻഡ് ഗോ ആൻഡ് മലയാളി ഫ്രം ഇന്ത്യ ഇഫ് ഐ എം നോട്ട് റോങ് ആ 2 സിനിമ കഴിഞ്ഞിട്ട് പിന്നെ 3ാമത്തെ പടമായിരിക്കണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിനൊപ്പം. ഇപ്പം 2 എണ്ണം കഴിഞ്ഞു, 3ാമത്തേക്ക് എത്തി. അപ്പോൾ 3ാമത്തേക്ക് എത്തിയപ്പോൾ ആ പടം ചെയ്യാതെ വേറൊരു പടത്തിലേക്ക് പോയി എന്നുള്ളൊരു ഫാക്ടർ മേ ബി ലിസ്റ്റിനെ പ്രൊവോക്ക് ചെയ്തിരിക്കാം എന്നുള്ള രീതിക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനിടയിൽ ഈ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഡിറ്റക്റ്റീവ് ഉജ്വലിൻ്റെ ഒക്കെ പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. അതിനിടയിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ലിസ്റ്റിൻ്റെയൊക്കെ കഴിഞ്ഞ പടത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ ഒരു പ്രൊമോഷനും പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ. പക്ഷെ അത് അവൻ വഴിയില്ല, കാരണം ഫിനാൻഷ്യൽ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള പരിപാടി എന്നല്ലേ പറഞ്ഞത്. അപ്പം അതിൽ ധ്യാൻ ശ്രീനിവാസനായിട്ട് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇടപാടോ കാര്യങ്ങളൊന്നും നോ. പിന്നെ കുറേ ഈ പറഞ്ഞ ഫേസ്ബുക്കിലുള്ള കുറേ നമ്മുടെ സിനിമ റിലേറ്റഡ് പേജുകളിനകത്ത് കുഞ്ചാക്കോവൻ്റെ ഒരു ഫാക്ടറും കൂടി കാണുന്നുണ്ട്. ഈ നടനെ കുറിച്ചാണോ ലിസ്റ്റിന് അങ്ങനെ പറഞ്ഞത്, അതും പ്രിൻസ് പ്രൊമോഷനിൽ 2ഉം ലിസ്റ്റിന് എടുത്ത പടം. അതിൽ ഫസ്റ്റ് വൺ ഡ്രോപ്പ് ആയെന്ന് കേൾക്കുന്നു, മറ്റേത് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഖുബോ ആയിരിക്കും, പിന്നെ നിവിനായി. ഓക്കെ, ആദ്യം ഈ പറഞ്ഞ എന്താ പറയുക കുഞ്ചാക്കോബനെ വെച്ചിട്ട് 2 പടം ചെയ്യാൻ നോക്കി, പിന്നെ അത് ഡ്രോപ്പായി. പക്ഷെ അതിലൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റോ കമ്മിറ്റ്മെൻറ്റോ ഫാക്ടറൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിൽ കുഞ്ചാക്കോബൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി പൃഥ്വിരാജ് റിലേറ്റഡ് ആയിട്ടൊന്നും ഇല്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട സോഴ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഡൗട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പേര് നിവിൻ പോളിയുടെ പേരാണ്. കാരണം അറ്റ് എ ടൈം ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പടവും വേറൊരു പടവും ചെയ്യുന്നു. പ്രീവിയസ് കമ്മിറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും അവർ തമ്മിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നടന്മാർ ഇപ്പോൾ ആ ഫോർമാറ്റിലല്ല വർക്ക് ചെയ്യുന്നത്. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഓടിപ്പോയിട്ടുള്ള പരിപാടിക്കല്ല അവരാരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ തെറ്റായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ തോന്നി.
ലിസ്റ്റിന് ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യമായിരുന്നെങ്കിൽ, നിവിൻ പോളിയുടെ ഇങ്ങനെ 2 സിനിമയിൽ അറ്റ് എ ടൈം കമ്മിറ്റ് ചെയ്ത് അഭിനയിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് എല്ലാവരുടെ പേരും എറിഞ്ഞ് ഇട്ട് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരെ നിങ്ങൾ ഗസ് ചെയ്തു എന്നുള്ള പോലെ നാട്ടുകാരുടെ മുന്നിലേക്ക് ആരെ പേര് വേണമെങ്കിലും അവർക്ക് ഗസ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കതൊരു പ്രോപ്പർ കംപ്ലൈൻ്റ് ആയിട്ട് എഴുതി കൊടുക്കായിരുന്നു. അതോ ഇനിയിപ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ എന്താ പറയുക എഴുതി വെച്ച നിയമം വല്ലതും ഉണ്ടാവും, ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രമുഖ നടന്മാർ അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പാടൂ എന്നുള്ളതൊക്കെ ഉണ്ടാവോ? എന്താണെങ്കിലും ഇവിടെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്, സിനിമ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലും ആളുകൾ തമ്മിലൊക്കെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ചർച്ചയുടെ അവസാനമൊക്കെ വന്ന് നിൽക്കുന്ന പേര് നിവിൻ പോളിയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അതിന് നിവിൻ പോളി റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ അതാരാന്ന് പറയണം. നിവിൻ പോളി റിപ്ലൈ കൊടുക്കുമ്പോൾ നിവിൻ പോളി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേരുകളിലേക്ക് സോഷ്യൽ മീഡിയ പോകും. അപ്പോൾ അതിനുള്ളൊരു വഴി ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാലപ്പടക്കത്തിന് തിരി കൊളത്തിയത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്, അല്ലാതെ വേറെ ആരുമല്ല. അയാൾ തന്നെ തിരി കൊളത്തിയിട്ട് നടൻ തിരി കൊളത്തി എന്ന് പറയുന്നത്. എന്താണെങ്കിലും നോക്കാം, നമുക്ക് അറിയില്ല ഇതൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് ആരെങ്കിലും പറയുമോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ഞാൻ തന്നെയെന്ന് പറഞ്ഞിട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല നടന്മാർ. എന്താണെങ്കിലും വെറുതെ വന്ന് ഈ ലഹരി വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്നൊരു ഏറുപടക്കം പോലെ ഒരു സാധനം എറിഞ്ഞു പോയത് ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്ത പണി നന്നായില്ല എന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.